സർവകലാശാല ഭാരതാംബ വിഷയങ്ങളിൽ ഭിന്നത തുടരുന്നതിനിടെ ഗവർണർ മുഖ്യമന്ത്രി നിർണായക കൂടിക്കാഴ്ച. രാജ്ഭവനിലെ കൂടിക്കാഴ്ച 1 മണിക്കൂർ നീണ്ടു. ബില്ലുകൾ ഒപ്പിടണമെന്നും സർവകലാശാലകളിൽ സ്ഥിരം വിസിമാരെ നിയമിക്കുന്നതിൽ ഉടൻ തീരുമാനം എടുക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവും കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമലുമായുള്ള കൂടിക്കാഴ്ചയുടെ തുടർച്ചയാണ് മുഖ്യമന്ത്രി ഗവർണർ നിർണായക കൂടിക്കാഴ്ച. കേരള സർവകലാശാലയിലെ ഭരണപ്രതിസന്ധി പരിഹരിക്കുക, സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിൽ താൽക്കാലിക വൈസ് ചാൻസലർമാരായി സർക്കാർ നൽകിയ പാനലിൽ ഉൾപ്പെട്ടവരെ പരിഗണിക്കുക, നിയമസഭ പാസാക്കിയ സ്വകാര്യ സർവകലാശാല ബിൽ, ചാൻസലറുടെ അധികാരം വെട്ടിക്കുറയ്ക്കുന്ന സർവകലാശാല ഭേദഗതി ബിൽ എന്നിവയിൽ ഗവർണർ ഒപ്പുവയ്ക്കുക തുടങ്ങി നീണ്ട ആവശ്യങ്ങളാണ് സർക്കാരിന്റെ മുന്നിലുള്ളത്. മുഖ്യമന്ത്രിയും ഗവർണർ രാജേന്ദ്ര അർലേക്കറുമായി രാജ്ഭവനിൽ നടന്ന നിർണായക കൂടിക്കാഴ്ചയിൽ ഇക്കാര്യങ്ങളെല്ലാം ചർച്ചയായി എന്നാണ് വിവരം. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രതിസന്ധി തുടരുന്നതിനോട് സർക്കാരിന് യോജിപ്പില്ല എന്ന് മുഖ്യമന്ത്രി ഗവർണറെ അറിയിച്ചു. സംസ്ഥാനത്തെ സർവകലാശാലകളിലെ സ്ഥിരം വിസിമാരെ നിയമിക്കുന്നതിൽ ഉടൻ തീരുമാനമെടുക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടതായാണ് വിവരം. കേരള സർവകലാശാലയിൽ സിൻഡിക്കേറ്റ് വിളിക്കണമെങ്കിൽ രജിസ്ട്രാറുടെ സസ്പെൻഷൻ നടപടി അംഗീകരിക്കണമെന്ന വിസിയുടെ നിലപാടിൽ ചാൻസലറുടെ ഇടപെടൽ നിർണായകമാകും. താൽക്കാലിക വിസി നിയമനത്തിൽ ഹൈക്കോടതിയിൽ നിന്നേറ്റ തിരിച്ചടിക്ക് പിന്നാലെ നാളെ സുപ്രീംകോടതിയെ സമീപിക്കാൻ ഇരിക്കവെയാണ് ഗവർണറെ അണുനയിപ്പിക്കാൻ മുഖ്യമന്ത്രി എത്തിയത് എന്നതും ശ്രദ്ധേയം. 24 തിരുവനന്തപുരം.